ഒരു 5 മിനിറ്റ് ഫ്രീ ആണോ അതോ ബിസി ആണോ ഇപ്പോ? പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളുടെ ആ, ഒരു TV പ്രോഗ്രാം കണ്ടിരുന്നു. മറ്റേ ഉം, നമ്മുടെ ആ കുറെ സന്യാസിമാരും, അല്ല സന്യാസിമാരെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നല്ലവരും ചീത്തവരൊക്കെ ഉണ്ടായിരിക്കാം മേ ബി. ഉം. അപ്പൊ നിങ്ങള് ഈ ദൈവം ഇല്ല, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇതൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കരായിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണല്ലോ പറയണത്. അങ്ങനെ പറഞ്ഞോ? അതിലങ്ങനെയാണല്ലോ പറയണേ. അല്ല, എങ്ങനെ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ദൈവം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കാരണം? നിങ്ങൾക്ക് എവിടുന്ന് ഈ ദൈവം ഉണ്ടെന്ന് മനസ്സിലായത്? അല്ല, അതാ ചോദിക്കുന്നത്. അതന്നെ, അത് നിങ്ങൾക്ക് അത് എവിടുന്നാണോ ദൈവം ഉണ്ടെന്ന് മനസ്സിലായത് അവിടുന്ന് തന്നെ നമുക്ക് ദൈവം ഇല്ലാന്ന് അല്ലേ, മനസ്സിലാവും. ഒരു മിനിറ്റ്. ഈ ഉം. ദൈവം ഇല്ല എന്നും ഉണ്ട് എന്നും രണ്ടും അതായത് 50-50 ചാൻസിലാണ് നിക്കണത്, ആ ദൈവം അല്ലേ? ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ആ ദൈവിക ശക്തിയുടെ ഒരു ബോധ്യം നമുക്കില്ല. നിങ്ങൾക്ക് ഈ കൈനോട്ടം വിശ്വാസം ഉണ്ടോ? ഇല്ല. അതൊരു അത് ശുദ്ധമായ തട്ടിപ്പാണ്. ഓക്കെ. അത് നിങ്ങളുടെ അന്ന് കയ്യ ഈ നിങ്ങളുടെ സ്വാമിമാരിപ്പോ നിങ്ങളുടെ ലാസ്റ്റ് കയ്യ അല്ല, ഞാൻ പ്രോഗ്രാമില് പറയട്ടെ, ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒരു ഒരു അല്ല, മിനിറ്റ് അങ്ങോട്ട് അത് പറയട്ടെ, അല്ല, പറയട്ടെ. കംപ്ലീറ്റ് ആക്കട്ടെ, കംപ്ലീറ്റ് ആക്കിയിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാം. ഉം. ഈ കൈ നോട്ടങ്ങൾ ശുദ്ധ തട്ടിപ്പ്, എങ്ങനെ ഈ ശുദ്ധ തട്ടിപ്പ് ശുദ്ധ എന്നൊക്കെ വെറുതെ തട്ടിപ്പാണ്, ശുദ്ധ വെറുതെ തട്ടിപ്പ്. പറയാണ്, പറഞ്ഞുതരാം പറഞ്ഞുതരാം അല്ല, പറയട്ടെ. പറയട്ടെ. ഇപ്പൊ നിങ്ങളുടെ കൈനോട്ടത്തിന്റെ ഒരു അനുഭവം കൂടി പറയട്ടെ. നിങ്ങൾ അല്ല, 24 പറഞ്ഞല്ലോ. 24 പറഞ്ഞപ്പോ എന്ത് അനുഭവം സുഹൃത്തെ? പറയട്ടെന്നേ. ഉം. അവിടെ ഒരു കൈനോട്ട വീരൻ ഉണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ കൈരേഖ നോക്കിയിട്ട് നിങ്ങളിപ്പോ താമസിക്കുന്ന വീടിന്റെ പ്ലാൻ ഞാൻ പറയാന്ന് പറഞ്ഞു. ഉം. അതൊരു ചലഞ്ചായിട്ട് വെച്ചു. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പറ്റുകയാണെങ്കിൽ ഈ ഓഡിയോ നമ്മൾ പുറത്തു വിടുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കാം. ആ ആള് നോക്കി പല ഉടായ്പും പറഞ്ഞു. ഉം. അതൊക്കെ തെറ്റിപ്പോയി. ഇവർക്ക് തെളിവ് വേണമെങ്കിൽ നിങ്ങളുടെ കൈ നോക്കിയിട്ട് നിങ്ങളുടെ വീടിന്റെ പ്ലാൻ ഞാൻ വരയ്ക്കും. നിങ്ങൾ ഏത് റൂമിൽ കിടക്കുന്നു പറയും, എങ്ങനെയാണ് വീടിന്റെ പൊസിഷൻ പറയും, ഒരു നിലയാണോ 2 നിലയാണോ, നിങ്ങൾക്ക് ഏത് ജോലി, ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ, ഇടത് ഇതെനിക്ക് വേണോ പറയാൻ വലത് പറ്റും. വേണോ? അതിന് സംശയമില്ല, സംശയിക്കണ്ട. നിങ്ങൾക്ക് ജനിക്കുന്ന മക്കള് അല്ലെങ്കിൽ നിങ്ങൾ ദേവപുരം ഇങ്ങനെ ഇതുപോലെ ആൾക്കാരുടെ കൈ നോക്കിയിട്ട് വീട് വരച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് വീട് വരച്ച് ഏതെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ഇല്ല, പിന്നെ ഇല്ലെങ്കിൽ കയറി ചുമ്മാ വരക്കാൻ ആവശ്യമില്ലാതെ പറ്റുമോ? ഒരുപാട് റെഡി. ഏത് കൈ വേണം? വരക്കല്ല, നമ്മള് അത് പറയണം, പറയണം. ഓക്കെ. സാറിന്റെ രേഖാശാസ്ത്രത്തില് ഇത് നല്ലൊരു ആർട്ട് ഹാൻഡാണ്. എന്തിനേയും ഉൾക്കൊള്ളാൻ ശരി കേട്ടോണ്ടൊന്നുമല്ല. അത് ഈ ആർട്ട് ഹാൻഡ് 40 വയസ്സിന് മുമ്പ് 3 വീട്, ജനിച്ച വീട് മുതൽ 3 വീട് താമസിക്കണമെന്ന് വിധി. ഇത് വീതി കുറഞ്ഞ നീളം കൂടി മുകളിൽ മുറികളോട് കൂടിയ വീടാണ് രേഖയിൽ പറയുന്നത്. അത് 40ാമത്തെ വയസ്സിലോ 40 വയസ്സിന്റെ തൊട്ടടുത്ത് ആ കൈ നോക്കട്ടെ. 40 വയസ്സിന് ശേഷം ഇടത്തെ കൈയാണ് ആണുങ്ങൾക്ക്, വലത്തേക്ക് സ്ത്രീകൾ. 40 വയസ്സിന് ശേഷം വീട് വയ്ക്കാൻ സാധ്യതയുണ്ട് രേഖയിൽ. കാര്യം 40 വയസ്സിന് ശേഷം വേറെ വീട്ടിലാണ് താമസിക്കേണ്ടത്. എന്ന് വിചാരിച്ചു 1-2 വർഷം താമസിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല. 40 വയസ്സിന് ശേഷം എന്നേ പറയാൻ പറ്റും. അതായത് റൂം ഇപ്പൊ ഉള്ള എത്രയെന്ന് അറിയില്ല. 1, 2, 3, 4, 1, 2, 3, 4, 5, 6, 7, 9 റൂം. ബെഡ്റൂം അല്ല, കിച്ചൺ അടക്കം 9. ചെറിയൊരു എൽ ഷേപ്പ് റൂം. ഒരു സൈഡിൽ എൽ ഷേപ്പ് ഉണ്ട്, തെക്കേ സൈഡിൽ എൽ ഷേപ്പ്. തെക്കെന്ന് പറയുന്നത് ചേർത്ത് കന്നിമൂലയല്ല, ചെറിയൊരു എൽ ഷേപ്പോട് കൂടി വീടിനോട് ചേർന്നിരിക്കണമെന്നൊന്നുമില്ല. വീട് വിട്ടിട്ട് എന്തെങ്കിലും ബാത്റൂമോ അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന്റെ ഭക്തിയിലാണ്. അപ്പൊ ഇതാണ് വീടിന്റെ പ്ലാൻ. 40 വയസ്സിന് ശേഷം വീട് വെച്ചിട്ടുണ്ടല്ലേ? ഇല്ല, രേഖയില് 40 വയസ്സിന് ശേഷം വീട് വരാം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. വച്ചില്ല, വെക്കും. വാടകയ്ക്കാണ്. 40 വയസ്സിന് മുമ്പ് 2 വീടല്ല, ഒരു 6 വീട് താമസം. 3 വർഷം തികച്ചു താമസിച്ച കുട്ടിയാണ്. 3 വർഷം തികച്ചു താമസിച്ച വീട് 3 വീട്. അങ്ങനെയും ഉണ്ടാവില്ല. ഇല്ല. അല്ല, അപ്പൊ തോന്നിയാണ് 2 വർഷം ജനിച്ച വീട് മുതൽ 2 വർഷം ശ്രദ്ധിക്ക്. ജനിച്ച വീട് മുതൽ 40 വയസ്സിന് മുമ്പ് 3 വീട് സ്വന്തം അല്ല, കുടുംബം വരെ, അച്ഛന്റെ വരെ, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ 3 വീടുണ്ട്. അത് 3 അല്ല, 3 വർഷം തികച്ചു താമസിച്ച. അതാ പറഞ്ഞു. അത് തന്നെ എന്റെ 20 വയസ്സിന് മുമ്പ് കുടുംബ വീട്ടിൽ തന്നെ 1, 2, 3, 4 വീട്ടിൽ താമസിച്ചു. 3 വർഷം കുടുംബ വീട്ടിൽ തറവാട്ട് വീട്ടിൽ തന്നെ 4 വീടുകളില് എന്റെ 20 വയസ്സിന് മുമ്പ് താമസിച്ചു. 3 വർഷം തികച്ച എത്ര വീട്? ഈ 4 താമസിച്ചിട്ടുണ്ട്. 3 വർഷം തികച്ച് താമസിച്ചിട്ടുണ്ട്. മൊത്തം പൊളിഞ്ഞു. ഇതെല്ലാം തെറ്റാ. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ കഥ പറഞ്ഞു. 9 മുറികളൊന്നുമില്ല.
അടുക്കളയും ഹാളും മുറിയും 4, 5, 40 വയസ്സിന് ശേഷം വീതി കുറഞ്ഞ നീളം കൂടി കിഴക്ക് പടിഞ്ഞാറ് വലുപ്പത്തിൽ മുകളിൽ മുറികളോടുകൂടി അടുക്കള അടക്കം സ്വിച്ച് ഔട്ട് അടുക്കള അടക്കം 9 റൂം വരത്തക്ക വീട് വച്ചിരിക്കും. അതെ. അത് ഞാൻ പറഞ്ഞില്ല, 40 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല, ഇപ്പൊ താമസിക്കുന്ന വീട് ഇപ്പൊ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് വാടക വീടാണെങ്കിൽ അത് അതുപോലെ ഏതെങ്കിലും ആയിരിക്കാം. കാര്യം 40 വയസ്സിന് മുമ്പാണ് ഈ 3 വീട് പറയുന്നത്. 40 വയസ്സിന് ശേഷം വച്ചിരിക്കും. ഇത് പ്രോമിസ്. 30 വയസ്സ് 42 വയസ്സായി ഇനി വെക്കുമ്പോ തന്നെ ഞാൻ പറയട്ടെ എന്തറിയോ, സുരേന്ദ്രന്റെ കൈ നോക്കിയിട്ട് ശ്രീകൃഷ്ണന്റെ കുടുംബ വീട് ഞാൻ മരിച്ചപ്പോ വെച്ചിരുന്നു. എനിക്ക് എത്ര ഉറപ്പ്. അതൊക്കെ ചെയ്യാം. നിങ്ങൾ വരയ്ക്കുന്ന പോലെ നമുക്ക് വീട് വേണേ വെക്കാം. പക്ഷെ ഇപ്പൊ ഉള്ള വീട് നിങ്ങൾ പറയുന്നതുമായിട്ട് ബന്ധമില്ല. 3 വർഷമായോ താമസിച്ചിട്ട്? ഇപ്പത്തെ വീട് 2 വർഷം 2.5 വർഷം 3 വർഷം ആയില്ല. അല്ല, അതിന്റെ മുമ്പത്തെ വീട് അതിന് മുമ്പ് 5 വർഷം താമസിച്ചു. സിംഗിൾ വീടാണ് അത് പിന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റ് എത്ര റൂം ഉണ്ട് അതില്? അതിന് 3 വീട്. ആ ഫ്ലാറ്റിൽ തന്നെ 3 മൊത്തം എത്ര റൂം ഉണ്ട്? 4, 5 ഹാള് അടുക്കള 3 റൂം. 3 റൂം. ഹാള് അടുക്കള 3 റൂം. ഹാള് അടുക്കള 3 റൂം. പഞ്ചായത്ത് സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് ഇല്ല, ബാൽക്കണി ഇല്ല, ഒന്നുമില്ല. അതിന്റെ തൊട്ടടുത്ത് ഇതിനോട് ചേർന്ന് ബാൽക്കണി ഒരെണ്ണം ഉണ്ടായി. 5 എത്രയായി? 5 ഇപ്പൊ വയ്ക്കുന്ന വീട്ടിൽ ഈ 9 റൂം എല്ലാം കൂടെ ചേർത്തുണ്ടായിരിക്കും. ഉണ്ടാവട്ടെ. അല്ല, ഉണ്ടാവട്ടെ. ഇപ്പൊ കഴിഞ്ഞ അത്രയും, അതായത് ഇതുവരെ ഉള്ളത് പറഞ്ഞത്. 40 ദിവസം മുമ്പ് 3 വർഷം തികച്ച് താമസിച്ച വീട് അതായത് ഇതെന്താണെന്നറിയോ, ഞാൻ നിങ്ങളോട് ഇനി സത്യസന്ധമായിട്ട് പറയാം. ഒരു ശരാശരി മനുഷ്യന്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പ്രഡിക്ട് ചെയ്യാം. ഇപ്പൊ 2 നില വീട്, വെറുതെ അതിന് താഴെ മാസ്റ്റർ ബെഡ്റൂം, ഇതൊക്കെ സിമ്പിൾ ആണ്. ഇത് വെറുതെ അങ്ങനെ പഠിക്കില്ലേ? ഇത്രേ ഉള്ളൂ. എനിക്ക് അനുഭവമില്ല സാറിന്. 30 ദിവസം എന്റെ അനുഭവം തെറ്റില്ലേ? ഞാൻ ശ്രീനിവാസൻ 30 വർഷം കൊണ്ട് അതുകൊണ്ട് കാര്യമില്ല. എന്നോട് ഇപ്പൊ പറഞ്ഞത് തെറ്റ് പറഞ്ഞത് തെറ്റെന്ന് പറയും. പക്ഷെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുറച്ചേ താമസിച്ചിട്ടുള്ളത്, അത് ഉറപ്പ്. നിങ്ങൾ പറയുന്നല്ലേ? ശരി, ഞാൻ ജനിച്ചു വളർന്ന വീടോ കഴിഞ്ഞതാണ്. അച്ഛന്റെ വീടാണ്, അച്ഛന്റെ വീടാണ്. എനിക്ക് വേറെ ആഗ്രഹമില്ലാന്ന് പറഞ്ഞു. എന്റെ കുട്ടിക്കാലം പോയി നോക്കണം വീട്. എന്റെ കുട്ടിക്കാലം ചിലപ്പോ വിളിക്കും. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ താമസിച്ച വീട് വലുതയിലല്ലേ? അപ്പൊ നോക്കിട്ട് പറയും. അത് ഇത് ഏതെങ്കിലും 1 ലക്ഷം, ഏതെങ്കിലും 4 വീടിന് ഏതെങ്കിലും 1 ലക്ഷം. ഇത് പറഞ്ഞാൽ പിന്നെ ഈ വലിയ വീടായിട്ട് ഈ കാണിക്കുന്നില്ല. ഒരു വീതിയുടെ നീളം കൂടി തന്നെയാണ്. കരുപ്പടി ചേർത്ത് തന്നെയാണ് എല്ലാ വീടും ചേർക്കെ പറയുന്നത്. പക്ഷെ വീടിനോട് ചേർത്ത് വേറെ ഏതെങ്കിലും റൂമുകളോ എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ്. അത് ഒരു എൽ ഷേപ്പ് ഉറപ്പാണ്. എൽ ഷേപ്പ് വീട്, എൽ ഷേപ്പ് ഉറപ്പാണ്. അങ്ങനെ രേഖ പറയുന്നത്. എന്തായാലും രേഖ തെറ്റാ. ഒന്നിപ്പോ രേഖ തെറ്റിയതായിരിക്കാം. അങ്ങനെ എൽ ഷേപ്പ് വീട്ടിൽ ഇപ്പോഴല്ല, ഇതുവരെ താമസിക്കും. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നമ്മൾ താമസിച്ച് കഴിഞ്ഞു പോയല്ലോ ചെറിയ പ്രായത്തില്. 8 വർഷം 9 വർഷം. കുറഞ്ഞ നീളം കൂടി കിഴക്ക് പടിഞ്ഞാറ് വലുപ്പത്തിൽ 4 ബെഡ്റൂം അല്ല സാർ. കാര്യം മൊത്തം 6 റൂമുള്ള വീട്, 6-7 റൂമുള്ള വീടാണ്. 40 ദിവസം മൊത്തം കഴിഞ്ഞു പോയി. ഇത് മൊത്തം തെറ്റാ. മൊത്തം തെറ്റാ. ബ്ലഡ് ഗ്രൂപ്പ് അറിയാം, പോസിറ്റീവ് ഗ്രൂപ്പ് ആണ് അറിയാമോ? ഏത് പോസിറ്റീവാ? ബി പോസിറ്റീവ് ആണ് വരാൻ സാധ്യത. ഓ പോസിറ്റീവ് ആണ്. അതെ, എല്ലാം തെറ്റി. സാധ്യത അല്ല പറയുന്നത്, പ്രഡിക്ഷൻ എക്സാക്ട് പോസിറ്റീവ് ആണല്ലോ. ഞാൻ പറഞ്ഞെന്താ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അല്ല പറയട്ടെ, കല്യാണം കഴിഞ്ഞ അന്ന് ഒരു കുറത്തി 2 ദിവസമായപ്പോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കുറത്തി വന്നു. കൈ നോക്കണം എന്ന് പറഞ്ഞു. ഇവളൊരു ആഗ്രഹത്തിന് കൈ നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത 1 വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു ആൺകുട്ടി വരുന്നു. അത് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ വീട്ടിൽ പോയിട്ട് ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ്. 50-50 ചാൻസ് അല്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 23-ാമത്തെ വയസ്സിൽ സ്വന്തം വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇപ്പൊ 35 കഴിഞ്ഞ് നടക്കുന്നു. ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ആഗ്രഹങ്ങള്, ആളുകളുടെ പ്രശ്നങ്ങള്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ശരിയാണെന്ന്. പക്ഷെ സമ്മതിക്കില്ലെന്നറിയാമല്ലോ. ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞത് ഇനി എന്റെ ഓരോ വീടും പറഞ്ഞത്. ഞാൻ ജനിച്ച വീട് എനിക്ക് അതിന്റെ പിക്ചർ ഓർമ്മയില്ല, പക്ഷെ അതിന്റെ ഏകദേശ രൂപം എനിക്കറിയാം. അതൊരു പിന്നെ എന്താ പറയാ, നമ്മൾ ഈ ഓലമെഞ്ഞ വീട്. അത് കറക്റ്റ് സ്ക്വയറിലുള്ള 2 മുറിയും 1 അടുക്കളയും മാത്രമുള്ള ഒരു ചെറിയ കോലായി മാത്രമേ തോന്നുന്നു. അതിൽ അവിടെ എന്റെ ഒരു 7 വയസ്സ് വരെ 6 വയസ്സ് വരെ ഞാൻ അവിടെ താമസിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ താമസിച്ച വീട് അതിനേക്കാളും ചെറിയ ഒരു സ്ക്വയർ വീടാണ്. 2 മുറി 1 ഹാള് കിച്ചൺ, ചെറിയ വീട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടും ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള വീടാണ്. അപ്പൊ ഈ പറയുന്ന ഒരു എൽ ഷേപ്പ് വീട്ടിൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞവരെ ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതും തെറ്റാണ്. ഇനി ഭാവിയിൽ 40 വയസ്സ് ആ വീടൊക്കെ ഇപ്പോഴും ഈ വീട് പഴയ വീട് ഇപ്പൊ ഇല്ല. ചെറിയ പ്രായത്തിലുള്ള അവർ പൊളിച്ച് വേറെ ആൾക്കാർ വീട് പണിതു. ബാക്കി 2 ഇത് എഴുതി വെച്ചു. ഇനിയിപ്പോ അടുക്കള സിറ്റ് ഔട്ട് അടക്കം അത് പണിയാൻ പോകുന്ന വീടല്ലേ? അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് വരക്കാം. അതല്ല ഇപ്പൊ നമുക്ക് ദോഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ ധരിച്ചു വയ്ക്കല്ലേ സാർ? അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ തെറ്റിപ്പോയി.
അല്ല, കൈനോട്ടം ഞാൻ അങ്ങനെ ഒതന്റിക് ആയിട്ട് പറയുന്നല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരാള് പിന്നെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ അത് മൊത്തം ആണ് എന്ന് പറയരുത്. അതന്നെ കൈ നോക്കിയിട്ട് മനുഷ്യന്റെ ഭാവിയും ഭൂതവും വർത്താനവും അല്ല, അയാൾ നമുക്ക് താമസിക്കുന്ന വീടും ആരോഗ്യം ആയുസൊക്കെ പറയാന്ന് പറയണത് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ്. ആയസൊന്നും പറയുന്നില്ല സുഹൃത്ത്, വെറുതെ നിങ്ങൾ തള്ളല്ലേ. ഞാൻ പറയട്ടെ, ആരെ തള്ളുന്നത്? ഞാൻ എന്താ തള്ളി? അല്ല നിങ്ങൾ എന്നെ അല്ല വിളിച്ചല്ലേ? അല്ല ഒരു ഞാൻ മിനിറ്റ് നിങ്ങളെ തള്ളാൻ വിളിച്ചതല്ലല്ലോ. അല്ല ഓക്കെ. ഈ കൈ നോട്ടത്തില് ഇപ്പോ ഫ്യൂച്ചർ പറയണ്ട, പ്രസന്റും പറയണ്ട, പാസ്റ്റ് നമുക്ക് രണ്ടാൾക്കും അറിയുന്ന കാര്യമല്ലേ. ഇപ്പൊ നിങ്ങളുടെ പാസ്റ്റ് കഴിഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ ഒരു കൈനോട്ടക്കാരൻ നിങ്ങളെ ആരെ അറിയാത്ത ഒരാൾ നിങ്ങളുടെ കൈ നോക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങള് പാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്യൂച്ചർ പറയണം, അതാണ് പ്രവചനം. എന്താ നിങ്ങൾ ഈ പറയണത്? ഫ്യൂച്ചർ നിങ്ങളെ ഓക്കെ, സംഭവിക്കാൻ പോകുന്ന കാര്യം അതല്ല ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ പറയട്ടെ, നിങ്ങളെ എനിക്ക് പിന്നെ പ്രവചിക്കാൻ ശാസ്ത്രം പറയൂ, എങ്ങനെയാണ് കൈ നോട്ടിയിട്ട് അല്ല ഞാൻ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്. ഒരു കൈനോട്ടം എന്നുള്ള കാര്യം എക്സാമ്പിൾ എടുത്തതാണ്. ഞാൻ പറയണത് എന്താ വെച്ചാല്, എനിക്ക് കൈനോട്ടം എനിക്ക് നോക്കണ ഇഷ്ടാട്ടോ. ഓരോ പിന്നെ വയസ്സായ പിന്നെ ഓക്കെ അതില് കേട്ടിരിക്കാലോ. ഞാൻ പറയട്ടെ, അതില് ഞാൻ അവരോട് പറയും 50 രൂപ അല്ലെ 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരട്ടി തരാം. പക്ഷെ എന്റെ ഫ്യൂച്ചറും പിന്നെ ഭാവി ഒന്നും പ്രവചിക്കണ്ട. എന്റെ കഴിഞ്ഞ കാലം അതാണല്ലോ, അത് കറക്റ്റ് ആണോ നോക്കുകയാണല്ലോ എനിക്ക് ചെയ്യണ്ടേ. ഞാൻ അറിയാത്ത എവിടെന്നെങ്കിലും കണ്ടുമുട്ടുന്ന ഒരാളോട് ഞാൻ എന്റെ പാസ്റ്റ് പറഞ്ഞാൽ മതി എന്ന് ഞാൻ ഒരു 10-15 വട്ടം ഞാൻ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരും അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാര്യമൊന്നുമല്ല, ഒരു 10-15 പോയിന്റുകൾ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൈ നോക്കി പറയാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൈ നോക്കിയിട്ട് നിങ്ങളെ അറിയാത്ത ഏതോ ഒരാള് പറയാണ് നിങ്ങൾക്ക് പിന്നെ ഇത്ര മക്കളല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അമ്മ ഇല്ല, അല്ലെങ്കിൽ അച്ഛനല്ല, അല്ലെങ്കിൽ ഉപ്പല്ല എന്ന് പറയുന്നത് എവിടെ ഇങ്ങനെ അവര് പറയുന്നത്? സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത്, അയാൾ ഒരു 15 കാര്യം പറഞ്ഞാൽ 15 ശരിയാവോ? അതെ, ശരിയാവുന്നുണ്ട്. അങ്ങനത്തെ ആളുണ്ട്. അങ്ങനത്തെ ഒരാളങ്ങൾ കാണിച്ചു തരുമോ? കാണിച്ചു തന്നാല് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ വിശ്വസിക്കോ? ശുദ്ധ അസംബന്ധാണെന്ന് പിന്നെ ഞാൻ പറയൂല, എന്റെ ജീവിതത്തിലേ പറയൂല. അങ്ങനത്തെ ഒരാളങ്ങൾക്ക് എവിടുന്ന കിട്ടുക? ഓക്കെ, ഞാന് അങ്ങനെ എനിക്ക് പിന്നെ അനുഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിലാവുമ്പോ നമുക്ക് തീരുമാനാക്കാം. ആളുടെ പേരൊന്ന് അതാ പറഞ്ഞ നിങ്ങളോട് ഇപ്പോ ഇത് എന്റെ ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇത് നിങ്ങള് പിന്നെ പുറത്തുവിടും അല്ല ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താ വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ട് വെറുതെ ഇങ്ങോട്ട് കിടന്നിട്ട് അലക്കുകയാണ് നിങ്ങള്. സുഹൃത്തെ, ഞാൻ എവിടെ അലച്ചില്ല. ഞാനിപ്പോ നിങ്ങൾ വിളിച്ചു, നിങ്ങളൊരു കാര്യം പറയുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ എന്താ ഹസ്തരേഖ ശാസ്ത്രം പറയും? ഹസ്തരേഖ ശാസ്ത്രത്തിന്റെ പിന്നെ ഡീപ്പായിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഉപരിപ്ലവമായിട്ട് പറയോ, എന്താണ് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം എന്താ വെച്ചാൽ അതൊരു ശാസ്ത്രമാണ്. കയ്യിലുള്ള രേഖകൾ നോക്കിയിട്ട്, കയ്യിലുള്ള നോക്കിയിട്ട്, മാർക്ക് നോക്കിയിട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പറ്റും എന്നല്ല ശാസ്ത്രം. അതെ, അത് ഉള്ളത് തന്നെയാണ്. അത് പഠിക്കാൻ ബുക്സുകളൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെന്നേ, പറയൂ. ഈ സാധനം, ഈ പുസ്തകം, ഇങ്ങനെ ഹസ്തരേഖാ ശാസ്ത്രം പഠിക്കാനുള്ള പുസ്തകങ്ങളും 3 മാസത്തെ കോഴ്സുകളും ഒക്കെ ഉണ്ടാവും. ഇത് എന്ത് സയന്റിഫിക് ബേസിലാണ് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളത്? എന്ത് ബേസിലാണ് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചോദിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് അനുഭവമുള്ള കാര്യം പറഞ്ഞത്. അല്ല, ശുദ്ധമായ തട്ടിപ്പാണ് എന്ന് എത്രയോ അനുഭവങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൈനോട്ടക്കാര് വരുമായിരുന്നു. കൈനോട്ടക്കാര് അതിനു മുൻപ് ഈ നാവൂറ് പാടുക എന്ന് പറഞ്ഞിട്ടൊരു ഈ നാവൂറ് പാട്ടൊക്കെ തട്ടിപ്പ്. അതല്ല, എന്റെ പെങ്ങളുടെ ഓഫീസില് അല്ല, തട്ടിപ്പോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പാട്ടല്ലേ അത്. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, എന്റെ പെങ്ങളുടെ ഓഫീസിലെ ഒരാള് നല്ല ഉയർന്ന പിന്നെ റാങ്കിലുള്ള ആളാണ്. അവരൊരു ഇൻട്രസ്റ്റ് കൊണ്ട് ഇത് പഠിക്കുന്നുണ്ട്. അവരൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ നോക്കി പറഞ്ഞാൽ അത് പക്കയാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആയിക്കോട്ടെ, ആവട്ടെ. അങ്ങനത്തെ ആളുകൾ കൊണ്ടുവരൂ, അത് നമുക്ക് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കാം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇങ്ങനെ വായിന്ന് എന്തെങ്കിലും പറയുന്ന കാര്യം അത് മാത്രല്ല കേട്ടോ. അത് മാത്രല്ല കൈരേഖാശാസ്ത്രം എന്ന് പറയുന്നത്. പബ്ലിക്കിലില്ലാത്ത
പബ്ലിക്കിൽ അവൈലബിൾ അല്ലാത്ത എന്റെ പിന്നെ ഭൂതകാലം പറയും. അതെ, ആ അതാണ് അത് അതാ പറയുമ്പോഴാണല്ലോ അത് ശരിയാ തെറ്റാ നമുക്ക് പറയാൻ പറ്റുക. അല്ലാതെ ഭാവി പറയുമ്പോഴൊന്നും അത് ശരിയാണോ തെറ്റാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, പബ്ലിക്കിലുള്ളത് പബ്ലിക്കിൽ അവൈലബിൾ അല്ലാത്ത അങ്ങനെ ഒരു ട്രൈ ആണ് ഒരു ചങ്ങാതി നടത്തിയത്. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ജീവിച്ച വീടുകളുടെ പ്ലാനുകൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിന് പറഞ്ഞത് മുഴുവൻ തെറ്റി. അപ്പൊ ഇതെങ്ങനെയാ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ പ്രായം, അയാളുടെ വസ്ത്രധാരണം, അയാളുടെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ, അയാളുടെ മുഖത്ത് ഉള്ള സന്തോഷാണോ വിഷാദാണോ ഇങ്ങനെ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് സമാനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഇങ്ങനെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ ഊഹങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് നിങ്ങൾക്ക് എത്ര പ്രായമായി, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കും. ആ വയസ്സ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ ഏകദേശം ഒരു ചിത്രം അവർക്ക് കുറച്ച് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ 5 or 6 ശരിയാവും. ചിലപ്പോൾ ഒരു 10 or 15 പറയും. അതിലൊരു 5 or 6 കാര്യങ്ങൾ ശരിയാവും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോ താമസിക്കുന്ന ഒരു 2 നില വീട്ടിലാണ്. നിങ്ങളിപ്പോ താമസിക്കുന്നത് ഒരു നില വീട്ടിലാണ് എന്നൊരാളോട് പറയുന്നു, അല്ലെങ്കിൽ 2 നില വീട്ടിലാണെന്ന് പറയുന്നു. അത് ശരിയാവാനുള്ള ചാൻസ് 50-50 അല്ലേ? ആയിരിക്കാം. ആണ്. അപ്പൊ എന്തായി, ഇപ്പൊ ഈ 2 നില വീട്ടിൽ താമസിക്കുന്ന ഒരാളെ അപ്പൊ ആളുടെ ഒരു മൊത്തത്തിലുള്ള ഗെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് അയാൾ പറയാണ് നിങ്ങൾ താമസിക്കുന്ന വീട് ഒരു 2 നില വീടാണ് എന്ന് പറഞ്ഞാൽ ആ 2 നില വീട്ടിൽ താമസിക്കുന്നവന് ആഹാ സംഭവം എങ്ങനെ ഇയാളിന്റെ വീട് നിങ്ങൾ 2 നില കാര്യമൊന്നും പറയല്ലേ. ഈ കല്യാണ കാര്യങ്ങള്, മരിച്ച ഒരു മിനിറ്റ് പറയട്ടെ, കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഈ 24-ൽ വന്ന ആള് എന്നോട് പറഞ്ഞത് നിങ്ങളെ വീടിന്റെ പ്ലാൻ, ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ പ്ലാൻ പറയാം. എന്റെ ഇപ്പോഴത്തെ വീട് പറഞ്ഞു തെറ്റി. വേറെ വീട്, എന്റെ വീട്ടിൽ 9 റൂമുണ്ട്, എത്ര ബെഡ്റൂം ഉണ്ട് എന്ന് പറയാന്നാ പറഞ്ഞ, എത്ര റൂമുകൾ ഉണ്ട് എന്ന് പറയാന്ന, 9 റൂം ഉണ്ട് എന്ന് പറഞ്ഞു. 9 റൂം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ല റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാളും കിച്ചണും അടുക്കളയും ഒക്കെ വേറെ വേറെ റൂമുകളായിട്ട് കൂട്ടണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ കൂട്ടിയാലും 9 ആവുന്നില്ല. എങ്ങനെ പറഞ്ഞിട്ട് ശരിയാവുന്നില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ഇത്ര വീട്ടിൽ ഈ 40 വയസ്സിന് മുമ്പിൽ നിങ്ങളിത് 3-ാമത്തെ വീടാണ്, 2-ാമത്തെ വീടാണ്, 3-ാമത്തെ വീടാണ്, അതും തെറ്റി. എന്റെ ആദ്യത്തെ വീട് ഇങ്ങനത്തെ വീടാണ്, അതും തെറ്റി. ആ വീട് ഒരു എൽ ഷേപ്പിലുള്ളായിരുന്നു, അതും തെറ്റി. അത് നമ്മളുടെ ഒരു ഗെറ്റപ്പ്, നമ്മളെ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് നമ്മുടെ പ്രായം കാര്യങ്ങളും വെച്ചിട്ട് പറയാവുന്ന ഗെറ്റപ്പ് വെച്ചിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുടെ അത് 50-50 ആണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ചെറുപ്പത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നത് കാണുകയാണ്. അപ്പൊ അവരോട് പറയാണ് നിങ്ങളെ വീട്ടിലൊരു ഉണ്ണി വരാറായി എന്ന് പറയാണ്. അത് അവര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവര് വരും. ഇതൊക്കെയാണ് കൈനോട്ടം. അതല്ലാത്ത എന്തെങ്കിലും ശാസ്ത്രം ഉണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്താ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ വീട്ടിൽ കൂടെ ഒക്കെ വരുന്ന ഈ സാധാരണ തട്ടിപ്പ്, കുറച്ചൊക്കെ തട്ടിപ്പുള്ള ആൾക്കാരെ ഇതാക്കി മുൻനിർത്തിയിട്ടാണ് പറയണത്. നിങ്ങൾക്ക് എത്ര ആങ്ങളമാരുണ്ട്? തട്ടിപ്പും പിന്നെ കോട്ട് സൂട്ടിട്ട കൈനോട്ടക്കാര്. ഞാൻ കോട്ടും സൂട്ടിട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കുന്നത്, ഇത് ഇൻട്രസ്റ്റ് ഇതിൽ പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഈ പൈസക്ക് വേണ്ടി ചെയ്യുന്നതും ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആസാമിമാരും പറയുന്ന കഥയുള്ളൂ സുഹൃത്തേ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു കൈനോട്ടക്കാരനെ കൊണ്ടുവരൂ, നമുക്കത് പബ്ലിക്കിൽ തന്നെ ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞത് ഈ കൈനോട്ടം എന്ന് പറഞ്ഞാൽ പൈസക്കും 30 രൂപയ്ക്കും 50 രൂപയ്ക്കും പോണത് മാത്രമൊന്നുമല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വന്ന ആള് എന്റെ അടുത്ത് പൈസ മേടിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ലല്ലോ. അയാൾ ആ കൈനോട്ട ശാസ്ത്രം സാധനം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ പ്രൂവ് ചെയ്താലോന്ന്, അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങളുടെ അതേ വാദം ഞാൻ ഈ ശുദ്ധമായ തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പം എന്റെ വാദം എന്താണെങ്കിൽ, അതായത് നിങ്ങൾ ഒരു കാര്യം ഇത് ശുദ്ധ തട്ടിപ്പാണ്, ഇത് പൊട്ടത്തനാണെന്ന് പറയരുത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആയിക്കോട്ടെ. അതായത് ഒരു 50% നല്ലതും ഉണ്ടായി. 50% കല്ലുള്ള ഒരു ചാക്ക് അരി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അരി നല്ല അരിയാണെന്ന് പറയോ വൃത്തികെട്ട അരിയാണെന്ന് പറയോ? അതിനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതാവില്ലേ? അല്ല, ആ അരിച്ചാക്കിന് നിങ്ങൾ എന്താ പറയാ? പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഈ അല്ല നിങ്ങളിപ്പോ ആക്ച്വലി ഈ പിന്നെ നിരീശ്വരവാദിയാണ്. 50% കല്ലുള്ള അരിഞ്ചാക്ക് തന്നാൽ
നിങ്ങൾ നമ്മള് തരിച്ചാക്കാണെന്ന് നമ്മള് പറയോ അതോ ചെ- അല്ല തട്ടിപ്പാണെന്ന് പറയോ? അല്ല നമ്മള് കുറച്ചു കാലം ഒരു 10, 15, 20 വർഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അരി കിട്ടുന്നതൊക്കെ അങ്ങനെ ആയിരുന്നു. ആയിക്കോട്ടെ, ഇപ്പഴ ഞാൻ ചോദിക്കുന്നത് 50% കല്ലുള്ള ഒരു അരി, ആ കല്ല് അരി ഇപ്പോഴല്ലേ ഈ പിന്നെ ഇതൊക്കെ വേർതിരിച്ച് ഒരു 10-15 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. അതെ ഞാൻ പറയുന്നത് അതിനു മുമ്പ് നമ്മളെ കല്ല് പെറുക്കി കളഞ്ഞിരുന്നു അരിയിൽ നിന്ന്. അതെ 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 ഞാൻ പറയുന്നത് അങ്ങനെ കിട്ടുന്ന അരിയിൽ നിന്ന് പകുതി കല്ലുള്ള ഒരു അരിച്ചാക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആ അരി നല്ല അരിയാണെന്ന് പറയോ തട്ടിപ്പ് അരിയാണെന്ന് പറയോ? അത് ചീത്ത അരിയാന്ന് പറയും. അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ പറഞ്ഞതിൽ 50% ഒരാൾ പ്രഡിക്റ്റ് ചെയ്ത് ബാക്കി 50% തെറ്റിയാൽ അത് തട്ടിപ്പ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ദൈവത്തെ പറയുമ്പോ അതില് പിന്നെ നിങ്ങളുടെ അതേപോലെ തന്നെ ഇത് വാദിക്കുന്ന ആൾക്കാർക്കും പറയാം. നിങ്ങളിത് അല്ല, കണ്ടിട്ടില്ല എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. ഞാൻ അതേപോലെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാറില്ലെന്നേ. ഞാൻ പറയാറുള്ളത് ദൈവത്തിന്റെ കഥയില് ഒന്നാമത് ഇത് ഇല്ലാന്ന് വാദിക്കുന്നത് പോലും ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തിനത് ഇല്ലാന്ന് വാദിക്കുന്നത്? ഉണ്ടെന്ന് വാദിക്കുന്നവർ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. അല്ല നമുക്ക് നമ്മളിപ്പോ ദൈവമില്ല നമ്മുടെ ഒരു ദൈവമില്ലാന്ന് കുട്ടി ദൈവമുണ്ടെന്നും ദൈവമുണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ല നമ്മൾ എതിർക്കുന്നത്. ആ ദൈവമുണ്ട് എന്ന വിശ്വാസത്തിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ കുറെ കാര്യങ്ങളും തട്ടിപ്പുണ്ട്. അവിടെയാണ് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതല്ല അല്ലാതെ ഇപ്പൊ ഒരാള് വിചാരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, അയാൾ അങ്ങനെ വിശ്വസിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? അത് ആളെയും അപ്പൊ ബാധിക്കുന്നില്ല, എന്നെ അതിനൊന്നും ബാധിക്കില്ല, നിങ്ങളെയും ബാധിക്കുന്നില്ല. ഓക്കെ, അതിനൊന്നും നിങ്ങൾക്ക് എതിർപ്പില്ല അല്ലെ? അതേ സമയത്ത് ഈ ദൈവത്തിന്റേതാണ് ഈ മതം, ഈ ദൈവത്തിനെ ആരാധിക്കുന്ന ആലയമാണിത്, ഇവിടെ ഇത്ര രൂപ പിരിവ് കൊടുത്താൽ ഇന്ന സാധനം ചെയ്തു തരാം, ഇന്ന പൂജ ചെയ്തു തരാം, ഇന്ന നേർച്ച ചെയ്തു തരാം, ഇന്ന ഇത്ര രൂപ ഇന്ന പള്ളിയിൽ കൊടുത്താൽ ആൺകുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായ കുട്ടീനെ പെൺകുട്ടിയാക്കുന്ന വേറെ വിദ്വാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോ അതിനെ എതിർക്കണം. അത് തട്ടിപ്പാണ്, ശുദ്ധമായ ഓക്കെ, തട്ടിപ്പാണ്. അത് ദൈവത്തിന്റെ എതിർക്കാം. പേരിൽ ഓക്കെ, ഇപ്പൊ തട്ടിപ്പുകൾ പലവിധമുണ്ട്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പുണ്ട്, അപ്പൊ അതേപോലെ നിങ്ങൾ കൈനോട്ട ഈ തട്ടിപ്പുണ്ട്. തട്ടിപ്പിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ല, അല്ലെ? ഇത് തട്ടിപ്പിന് വേണ്ടിയാണ് ഇത് കൊണ്ടു നടക്കുന്നതേ. ഇപ്പൊ അവിടെ വന്നിരുന്ന സ്വാമിമാര്, ആസാമിമാര് മൊത്തം തട്ടിപ്പായിരുന്നില്ലേ? അതിലത്തെ ഒരാളാണ് ഇപ്പൊ പീഡന കേസിൽ അറസ്റ്റിൽ പോയത്, പോക്സോ കേസില്. അതറിഞ്ഞോ നിങ്ങള്? ഞാൻ യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിരുന്നു. ഞാൻ എന്താ പിന്നെ പറഞ്ഞ എല്ലാ സ്വാമിമാരും ആസാമിമാരും. നമ്മള് ഈ ലോകം ഇപ്പം ആഫ്റ്റർ ഡെത്ത് നമ്മള് പിന്നെ മരിച്ചതിന് ശേഷം ഒരു ലോകം ഉണ്ടാവാം, മേ ബി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതൊക്കെ അങ്ങനെയാണ് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരിക്കലും അത് പിന്നെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നും പറയാൻ ഒരു അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവാം എന്ന് നിങ്ങൾക്ക് പറയാം, ഇല്ല അങ്ങനെ നിങ്ങൾക്കും ഇല്ല പറയാം. എന്ന് എനിക്കും പറയാം. അതിന് അങ്ങനെ രേഖകളൊന്നുമില്ല ആർക്കും. ഉണ്ടാവാം എന്ന് നിങ്ങളുടെ ഒരു ആഗ്രഹമോ ചിന്തയോ അല്ലേ പറയണത്? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് എന്താ അതിന്റെ വെച്ചാല് പോസിബിലിറ്റി? അതെന്താ വെച്ചാല് പോസിബിലിറ്റി എന്താ വെച്ചാല് ഇപ്പോ ഒരു അമ്മയുടെ പിന്നെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അതായിരിക്കും ലോകം അല്ലെ? അതിനപ്പുറത്തേക്ക് പിന്നെ അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ലോകമേ ഇല്ല. നിങ്ങളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ടുണ്ടോ? കിടക്കാതെ വരാൻ പറ്റില്ലല്ലോ. ദാറ്റ് മീൻസ് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടോന്നാ ചോദിച്ചത്. നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങളുടെ എനിക്ക് കോൺഷ്യസ്നെസ്സിൽ ഉണ്ട് ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഓർമ്മയുണ്ടോ? എന്നിട്ട് അതിന്റെ സുഹൃത്തെ, ചുറ്റും നോക്കി ഇതാണ് ലോകം എന്നൊക്കെ വിചാരിച്ച് എന്നെ ഒന്ന് നടന്നൊരു കാലം നിങ്ങൾക്ക് ഉണ്ടോ? പറയാൻ അനുവദിക്കുവോ? പറയൂ. ആ ഞാന് വിശ്വസിക്കുന്ന എന്താ വെച്ചാല് പിന്നെ നമ്മുടെ വയറ്റില് ഇരിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ സംഗീതം കേൾക്കാം, സൗണ്ട് കേൾക്കാം, പിന്നെ പുറത്തുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. കാരണം അല്ല പറയട്ടെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ പറയുമ്പോൾ ഉണ്ടായിരിക്കണല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, നേരെ കേൾക്കണം. പിന്നെ ഞാൻ പറയുന്നതിനേക്ക് നിങ്ങൾ റിപ്ലൈ തരിക, അല്ല വെറുതെ പറയരുത്, നിങ്ങളുടെ ഒരു ഇത് പറയരുത്. പിന്നെ ഈ ഒരു പിന്നെ പാട്ട് വെച്ചാല് അല്ലെങ്കിൽ സിനിമയിൽ TV എന്തെങ്കിലും അതിൽ പാട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വയറില് പിന്നെ ഇങ്ങനെ ഈ എന്താ പറയാ എങ്ങനെ പറയാ ഇപ്പൊ മോളിക്ക് ഇങ്ങനെ ഈ ഒരു ഇതായിട്ട് ഇളകുന്ന നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതൊക്കെ ഇത് പിന്നെ ഇത് ഈ കുട്ടിക്ക് ഇത് പിന്നെ മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടിയുടെ കോൺഷ്യസ്നെസ് ആണോ? അല്ലേ? ആണോ? അല്ലേ? അതെന്താ? അല്ല, അറിയാൻ പറ്റില്ലേ? വിശദീകരിക്കാണല്ലോ. ആണോ? ആ കുട്ടി അത് അറിഞ്ഞിട്ട് ചെയ്യണാണോ? എന്താണ് അറിവ്? എന്താണ് പിന്നെ കോൺഷ്യസ്നെസ്? അത് ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയുടെ ഒരു മിനിറ്റ് അല്ല, അപ്പൊ നിങ്ങൾ ഈ പുറത്ത് വന്നാൽ മാത്രമേ അറിയൂ എന്നാണ് വിചാരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടെന്നാട്ടോ വിചാരിച്ചേ? നിങ്ങളെ വിവരം അല്ല, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വിളിച്ചത്. അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ പറയാൻ സമ്മതിക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. പറയൂ. ഓക്കെ, ഗർഭാവസ്ഥയിൽ കിടക്കുമ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിച്ചു തുടങ്ങിയത്, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചാണ്.
അതായത് നിങ്ങൾ അല്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്റെ എന്തെങ്കിലും ഞാൻ ഒരു കാര്യവും നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ വന്നതല്ല കേട്ടോ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല അതായിക്കോട്ടെ, ഞാൻ അങ്ങനെയൊന്നും ആരോപിച്ചില്ലല്ലോ, എനിക്ക് അങ്ങനെയൊന്നും ആരോപണമൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിന് ചുറ്റുമുള്ളതായിരിക്കും ലോകം. ആ കുട്ടിയോട് പുറത്തു വന്നിട്ട് ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് വിശ്വസിക്കാത്തത് പോലെയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാത്ത ആളുകൾ എന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ പൊരുൾ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് ചെറിയൊരു ഡൈവേർഷനിലൂടെയാണ് പോയത്. ഇത് സാധാരണഗതിയില് ഈ പിന്നെ മരണാനന്തര ജീവിതത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതന്മാര് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. ഒന്നാമത്, ഗർഭാവസ്ഥയിലുള്ള ഒരാളും ഇപ്പൊ നിൽക്കുന്ന ഒരാളും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളും എന്നതിൽ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം ഗർഭത്തിലിരിക്കുന്ന ഒരാളുടെ ആത്മാവ് വേറെയും അല്ലെങ്കിൽ ഒരു ജന്മം വേറെയും ഈ ജന്മം വേറെയും അല്ല. നമ്മൾ ഈ ഗർഭത്തിലിരിക്കുന്ന ഒരു ജന്മവും പിന്നെ നമ്മൾ ഭൂമിയിലുള്ള ഒരു ജന്മവും രണ്ട് ജന്മങ്ങളല്ല. അതായത് ഒരു ഗർഭാനന്തര ഗർഭജീവിതം ഒന്നും ഗർഭത്തിൽ നിന്ന് മരണം സംഭവിച്ചിട്ട് വേറെ ഒരു രീതിയിൽ പുനർജനിക്കുന്നതല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. അല്ല, ഗർഭത്തിൽ ആ കുട്ടിക്ക് ഒരു ജീവിതവും പുറത്തേക്ക് വരുമ്പോഴേ ഈ ഓക്സിജൻ ജീവിതമാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ജീവിതമാണ്. അത് രണ്ട് ജീവിതമല്ല. അത് മണ്ടത്തരങ്ങൾ പലരും പറയാറുണ്ട്. പല മൂല്യന്മാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതാ വകുപ്പ് എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ വിടുന്നു. ആര് പറഞ്ഞാലും മണ്ടത്തരം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞുതരാം. ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ ഒരു ജീവിതം വേറെയും ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് ശേഷമുള്ള ഒരു ജീവിതം വേറെയല്ല. സാഹചര്യം മാറുന്നുള്ളൂ. ആ ജീവൻ ഒന്നാണ്, ഒരേ ജീവനാണ്. ഗർഭാവസ്ഥയിലും കുട്ടികൾ മരിച്ചു പോകാറുണ്ട് ഇല്ലേ? ആ മരിച്ചു പോയ കുട്ടി പിന്നെ ജനിച്ചിട്ട് വേറെ ജീവിക്കൊന്നുമില്ലല്ലോ. അപ്പൊ മരണാനന്തരം ഒരു ജീവിതം എന്നതിന് ഗർഭാവസ്ഥയും അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഭൂമിയിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. അല്ല, മനസ്സിലാവാൻ വേണ്ടി പറയുമ്പോ നമ്മള് നല്ല കാര്യങ്ങൾ പറയണം, മണ്ടത്തരം പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പല ആൾക്കാരും പറയുന്ന ഒരു മണ്ടത്തരമാണ്. അതാണോ മരണശേഷം നമ്മളുടെ ശരീരം അഴുകിയതിനു ശേഷം നമുക്ക് വേറെ ഒരു ജന്മമുണ്ട് എന്നതിന്റെ തെളിവ്? അല്ലേ, എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു തെളിവ്, ഒരു ലൈഫിന്റെ ഒരു തെളിവ് പോസിബിലിറ്റിയാണ് പറയാൻ ശ്രമിച്ചത്. പറയും. മരണത്തിന്റെ വക്കിലെത്തിയിട്ട് അല്ലെങ്കിൽ മരിച്ച പോലെ ആയിട്ടുള്ള പല ആൾക്കാരും തിരിച്ചു വന്നാലും അവര് പറയട്ടെ ആ സമയത്തുള്ള അവരുടെ കാര്യങ്ങള് പിന്നെ പല ഡോക്ടേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ലാസ്റ്റത്തെ ഒരു വീഡിയോ മരണാനന്തര ജീവിതം ഉണ്ടോ അതല്ല നിങ്ങൾ കണ്ടതിപ്പോ? ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ 24 കാണാറില്ല. ഞാൻ നിങ്ങളുടെ ഈ നമ്മള് ക്ലിപ്പുകൾ ഇങ്ങനെ വരില്ലേ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ, അങ്ങനെ കാണാറുള്ളൂ. പറയുന്ന ഈ പ്രോഗ്രാമിൽ 2 പ്രോഗ്രാമിൽ ഒന്ന് മരണാനന്തര ജീവിതം ഉണ്ടോ എന്നതായിരുന്നു. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ പഠനം കൊണ്ട് ഒരു ഡോക്ടർ വന്നിരുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിന് പറയുന്നത്. ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് മറ്റൊരു ജീവിതമുണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്ന എന്തെങ്കിലും ഒരു സയന്റിഫിക് കൺക്ലൂഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ശരി, ഒരു മിനിറ്റ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ വിശ്വസിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഷട്ട് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസിന്റെ അവസാനത്തെ മൊമെന്റുകളാണ്. അതിൽ വരുന്ന മാറ്റാണ്. അപ്പോ അതിന്റെ ഒരു വക്കിലെത്തി നമ്മൾ തിരിച്ച് കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോ അവര് ഉണ്ടായ ആ എക്സ്പീരിയൻസ് അവർ പറയാണ് ചെയ്യുന്നത്. അത് മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്നോ ഈ ജീവിതത്തിൽ നിന്ന് ഈ ശരീരം ഈ നമ്മുടെ കോൺഷ്യസ്നെസ് അപ്പുറത്തേക്ക് വേറെ ഒരു സാധനമുണ്ട് എന്നതിന്റെ തെളിവല്ല. അപ്പൊ നമ്മള് മരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? മരിക്കും. വളർത്താറുണ്ടോ? അല്ല, എല്ലാതും അവസാനിക്കും അല്ലേ? അവസാനിക്കും. ആ ജീവിതം അവസാനിക്കും. ഇത് പിന്നെ നമ്മുടെ ശരീരം വിഘടിക്കും. ഇത് ഒരു മൂലകങ്ങളാണ്, കുറെ മൂലകങ്ങളാണ് നമ്മള്. ആ മൂലകങ്ങൾ വിഘടിക്കും, അത്രേ ഉള്ളൂ. ശരീരത്തിന് ചൂടാവിയായി പോകും. അല്ലേ, ഈ നമ്മള് മരിച്ചു കഴിഞ്ഞാല് ഉള്ള സംഭവം ഈ ശരീരത്തിന് ബോഡിക്ക് ലളിതമായിട്ട് പറഞ്ഞുതരാം. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണോ അതാണ് നിങ്ങളുടെ അവസ്ഥ, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ പറയൂ. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. അതെ, അതിപ്പോ നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നതാണ് അതിന്റെ ഉത്തരം. അതിന്റെ ഉത്തരം അതാണ്. അതിനൊന്നുമില്ലെന്നേ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഒന്നുമില്ല.
നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും നിങ്ങൾ ആണോ എന്താ ഒന്നും നമുക്ക് ആദ്യം നമ്മൾ അറിയില്ലല്ലോ. മനസ്സിലാക്കേണ്ടത് സെൽഫ് എന്താണ്? ആദ്യം നിങ്ങൾ എന്താണെന്ന് പറയൂ. എന്താണ് നിങ്ങൾ? ഞാൻ എന്ന് പറഞ്ഞ ഒരു കോടാനുകോടി കോശങ്ങളുടെ ഒരു സംഭവം, അതൊന്നുമല്ല കോശങ്ങൾ നിങ്ങൾ. കൂടിയിട്ടുള്ള. അതൊന്നുമല്ല പിന്നെന്താ നിങ്ങൾ ഞാന് എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളുടെ ക്രോഡീകരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നിങ്ങൾ എല്ലാ ഐഡന്റിഫൈ നമ്മള് ചെയ്യുന്ന ഒരവസ്ഥ. തലച്ചോ നിങ്ങൾ എന്താന്ന് നമ്മളെ കോൺഷ്യസ്നെസ്, സെൽഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ സെൽഫ്, നിങ്ങൾ ഈ കോശങ്ങളൊക്കെ എത്രയോ തവണ റീപ്ലേസ് ചെയ്തു. നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾ 10ാം ക്ലാസ് ഞാനിപ്പോ പഠിക്കുന്ന നിങ്ങളൊന്നും അല്ല അല്ല ഇപ്പൊ ഉള്ളത്. എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ എന്താ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾ കുറെ ചോദിക്കുന്ന സെല്ലുകളൊക്കെ കൂടിയിട്ടുള്ള ആ പറയൂ സെല്ലുകൾ, നിങ്ങളെ സെല്ലുകളൊക്കെ എത്രയോ സെൽ സെല്ലുകൾ, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സെല്ല് പോലും നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ ഉണ്ടാവില്ല. സമ്മതിച്ചു. ഇപ്പൊ നിലവിൽ എനിക്ക് സെല്ല് ഉണ്ടാവില്ല. ഇപ്പൊ കുറെ ഞാൻ സെല്ലുകൾ പറഞ്ഞത് ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ? എങ്ങനെ? അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്ന ബോധമാണ്. ഞാൻ എന്നൊരു ബോധമാണ് നിങ്ങൾ, അല്ലേ? ആ ഒരു കോൺഷ്യസ്നെസ് മാത്രമാണ് നിങ്ങള്. നിങ്ങളെ തലക്ക് ബാക്കിൽ ഒരു അടി കിട്ടുക, നിങ്ങൾ തലയടിച്ച് വീഴുകയോ പ്രഷർ കുറഞ്ഞ് നിങ്ങൾ ബോധം കെട്ട് പോവുകയോ ചെയ്താൽ പിന്നെ നിങ്ങളില്ല. ഉണ്ടോ? കുറച്ചു നേരത്തേക്കെങ്കിലും നിങ്ങളില്ല, ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ മരണം സംഭവിച്ചു, നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനവും നിങ്ങളുടെ കോൺഷ്യസ്നെസ്സും എന്നേക്കായിട്ട് ഇല്ലാതാവുകയും ഈ തലച്ചോറ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ദ്രവിച്ചു പോവുകയും ചെയ്താൽ പിന്നെന്താ നിങ്ങള്? അല്ലേ സുഹൃത്തെ, നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടാവാ, അതോ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടായ എന്താ കുഴപ്പം? ജീവിച്ചിരിക്കുമ്പോഴുള്ള നിങ്ങൾ എന്ന് പറയുന്ന ബോധം മാത്രമാണ് നിങ്ങള്. നിങ്ങൾ ലെനയുടെ പ്രസംഗങ്ങളും കേക്ക്. ലെനയുടെ മറ്റേ സാധനങ്ങളുണ്ടല്ലോ, ഈ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളല്ല, ശരിക്കുള്ള നിങ്ങളല്ല എന്ന് പറഞ്ഞ നിങ്ങളല്ലേ? വാസ്തവത്തിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു ബോധമുണ്ട് നമുക്ക്. അഹംബോധം എന്ന് പറയുന്നത് വേണമെങ്കിൽ, അഹംഭാവം എന്ന് വേറെ പറയും. നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുന്നു എന്ന നിങ്ങളുടെ തോന്നലാണ് നിങ്ങള്, അല്ലാതെ ഒരു നിങ്ങളില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഒരു സർജറിക്ക് വേണ്ടി അനസ്തേഷ്യ തന്നാൽ, ഒരു ഫുൾ അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് പിന്നെ നിങ്ങളില്ല. നിങ്ങളില്ല. ആ ബോധത്തിന്, അതിൽ നിന്ന് ആ സർജറി ഇൻ കേസ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് ആർക്കും, ആ സർജറി ഫെയിൽ ആവുകയും ആ കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾ തിരിച്ചു വരാതിരിക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങളുണ്ടോ? ഇല്ല, മരണമാണ്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിന് ജീവൻ ഉണ്ടാവുമ്പോൾ പോലും നിങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാനൊരു പോയിന്റ് ചോദിക്കട്ടെ. നിങ്ങൾ ഈ ശക്തി അല്ലെങ്കിൽ ദൈവം ഇതൊന്നും ഇല്ല എന്ന് ഏത് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് പറയോ? ആ പോയിന്റ് മാത്രം ഒന്ന് പറയാം. ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് പറയപ്പെടുന്ന, പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭാവനാ കഥകളാണ് എന്നുള്ള ബോധ്യമാണ് പറയണത്. അതല്ലാത്ത ഒരു ശക്തിയുടെയും പ്രഭാവത്തിൽ നിന്ന് ഒരു മതവും ഒരു ദൈവസങ്കല്പവും രൂപം കൊണ്ടിട്ടില്ല. ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവമില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് ഇവിടെ ദൈവത്തിൻ്റെതായിട്ട് ഒരുപാട് മതങ്ങൾ ഉള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇക്കോലത്തിന് നാട്ടിൽ മതങ്ങൾ ഉണ്ടാവില്ല. അല്ല, മതങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് പോട്ടെ. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, മതങ്ങൾ പഠിപ്പിച്ചെന്ന ദൈവം മാത്രമേ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. അല്ല, എല്ലാതിനും പുറമെ ഒരു ശക്തി ഉണ്ടായിക്കൂടെ? അതിനില്ല എന്ന് നമുക്ക് പറയാൻ നമുക്ക് തെളിവുകളൊന്നുമില്ല. ശക്തികൾ എന്തിനാ നിഷേധിക്കണ? ശക്തി ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? എനർജി എന്ന് പറയുന്നത് ആകെ എനർജി ആണല്ലോ ഈ യൂണിവേഴ്സിനെ. ലോകാവസാനം ഉണ്ടാവോ? ലോകം അവസാനിക്കാൻ എന്താ നിങ്ങൾ ഈ ലോകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമിയാണോ? ഭൂമി പിന്നെ നശിച്ചു പോവാൻ ചാൻസ് ഉണ്ടോ? ഭൂമി നശിക്കാം എന്നല്ല, നശിക്കും. എല്ലാം നശിക്കുകയും രൂപമാറ്റം വരികയും പിന്നെയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമി അവസാനിക്കും അല്ലെ? ഒരു ദിവസം ഭൂമി അവസാനിക്കും. എങ്ങനെ അവസാനിക്കും അറിയില്ല. അതാ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്തിനൊരു എനർജി വേണല്ലോ അല്ലെ? നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞ എനർജി ആണല്ലോ. എനർജിയാണോ ദൈവം? അല്ല, ദൈവത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ഈ സൂര്യൻ എന്നുള്ള എനർജി നമ്മള് പിന്നെ അത് അവിടെ തീരുമ്പോ അവസാനം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ അത്രേ പറഞ്ഞോളൂ. നിങ്ങളെ ഒരു തമാശ അതിനിടയിൽ കലർത്തി പറയാ. അതായത് ലോകത്തില് ഏറ്റവും വലിയ മതങ്ങളിൽ രണ്ടാമത്തെ മതമായിട്ടുള്ള ഇസ്ലാമില് ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സൂര്യനും നക്ഷത്രങ്ങളും ആകാശവും ഒക്കെ ഭൂമിയിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണ്. നിങ്ങൾ ഇസ്ലാം വിടൂ സുഹൃത്തെ. എപ്പോഴും നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ അല്ല, നമ്മൾ ഇസ്ലാമിനെ വിട്ടൊരു കളിയുണ്ടോ?
അതായത് ഓരോ ഉം. ദൈവസങ്കല്പങ്ങൾ, ഓരോ മനുഷ്യർ ആ അല്ല ദൈവസങ്കല്പത്തിന്റെ അല്ല എല്ലാത്തിലും സൃഷ്ടികർത്താക്കളുടെ ഇസ്ലാം എന്നല്ല, ഇസ്ലാമിൽ ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട്, അതേപോലെ തന്നെ ഹിന്ദു എല്ലാ എല്ലാത്തിലും മതങ്ങളിലും പൊട്ടത്തരങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പൊട്ടത്തണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ 50% കല്ലുള്ള അരിച്ചാക്കുകളാണ് എല്ലാ മതങ്ങളും. അപ്പൊ എന്ത് ഓക്കെ. ചെയ്യാൻ പറ്റും? മതങ്ങളിൽ പൊട്ടത്തരുണ്ടാ, ഞാൻ അതല്ല മതങ്ങളെ പറഞ്ഞത്. ദൈവങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. മതങ്ങളുടെ മുമ്പ് എവിടെ ദൈവം? ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾക്ക്. അത് ഇന്ന് കാണുന്ന ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ദൈവസങ്കല്പമല്ല. അത് ഒരു കാലത്ത് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത കാലത്ത് പിന്നെ മനുഷ്യര് അവനവന്റെ വ്യതകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ്. മനുഷ്യരുണ്ടാക്കിയതല്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ നാളെന്താ എനിക്കറിയില്ല. അത്താണെന്ന് തോന്നുന്നു. അറിയില്ല. പിന്നെ അപ്പോ ജാതകം അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഇല്ല. ജാതകം ഒന്നും ഞങ്ങളുടെ മതത്തിൽ ജാതകം നോക്കലൊക്കെ ശിർക്കല്ലേ. എങ്ങനെയാ ഇസ്ലാമിലല്ലേ? പിന്നെ ഞാനേ ഉം. എന്നെങ്കിലും എവിടെ അല്ല, നിങ്ങൾ വെച്ചിട്ടെങ്കിലും നിങ്ങളെ ജ്യോത്സ്യനോ അങ്ങനെ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും അല്ല ആണോ? ഞാൻ പറയട്ടെ, ഞാൻ ജോത്സ്യനൊന്നുമല്ല, ഞാൻ ആ, സാധാ ഒരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ ആ, പല കാര്യങ്ങളിലും ആ, എന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഉം, പകുതി വിശ്വാസം പകുതി അവിശ്വാസം എന്നുള്ള അവസ്ഥയാണ്. ഉം. ചില കാര്യങ്ങള് തള്ളിക്കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ അതെങ്ങനെയാണെന്നറിയോ? അത് നമ്മൾ ചെറിയ പ്രായം തൊട്ട് കേട്ടും പഠിച്ചും വായിച്ചും അറിഞ്ഞും കഥകളിലും നോവലിലും സിനിമയിലും നമ്മളെ ജീവിതത്തിലും ചുറ്റുപാടും കുടുംബത്തിലൊക്കെ നമ്മൾ ഈ ദൈവങ്ങളുടെ ഇടയിലാണല്ലോ ജീവിക്കുന്നത്. ഉം. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ട്രോമയാണ്. അത് ശരിയായിക്കോളും. ബാക്കി അല്ല പകുതി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കി പകുതി തന്നെ ശരിയായിക്കോളും. പിന്നെന്താന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോ പക്ഷെ പിന്നെ ഈ ചില കാര്യങ്ങൾ ഇന്നതിന്റെ റിസൾട്ടാണ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ട് വന്നാല് ഇതാണ് ആ സാധനം എങ്കിൽ അതില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറെ സംഭവമുണ്ട്. അതാണ് ഈ മതദൈവങ്ങള്. ഈ ദൈവവിശ്വാസികളുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാ വെച്ചാല് സ്പെസിഫിക് ആയിട്ട് മതങ്ങളിൽ നമ്മൾ വിമർശനം നടത്തുമ്പോൾ ദൈവങ്ങളെ കുറിച്ച് ചോദിക്കും. ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മതക്കാർക്കും ഏകദേശം ഒരേ അഭിപ്രായമായിരിക്കും ദൈവം ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നിട്ട് അല്ല ഏതാണ് ആ അപ്പല്ല ദൈവം, ഞാനൊരു ഏതാണ് ആ കാര്യം ദൈവത്തിൽ നിന്നുള്ള മതം എന്ന് ചോദിച്ചാൽ ഇവര് തമ്മിൽ തല്ലാൻ തുടങ്ങും. അതാണ് അല്ല ഓരോ ദൈവത്തിനും ഓരോ മതങ്ങൾ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ഇതായിട്ടല്ലേ പോകുന്നത്. ഏഹ് അല്ലെ, മതങ്ങൾ ഓരോന്നും ഓരോ റൂട്ടിലൂടെ അല്ലേ പോകുന്നത്. അതന്നെയാണ് ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവ്. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇത്രയും മതങ്ങൾ ഒരു ദൈവത്തിന്റെ പേരിൽ ഉണ്ടാവുമോ എന്ന് മാത്രം ആലോചിച്ചാൽ ദൈവം വെറുതെ ഇത് നോക്കി കുത്തിയിരിക്കുവോ? അത് ആലോചിച്ചാൽ മതി. പിന്നെ ഞാന് എവിടുന്നെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റുമോന്നറിയില്ല. അപ്പോ നിങ്ങളുടെ ഈ പിന്നെ ജാതകം അല്ലെങ്കിൽ ഈ കൈനോട്ടൊക്കെ കുറച്ച് സത്യമുണ്ട് എന്ന് കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. കുറച്ച് ഓക്കെ. സത്യമല്ല വേണ്ടത്. കുറച്ച് സത്യം ഈസിയാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളെ കുറിച്ചൊരു നിങ്ങളുടെ ഭൂതം കുറെ പറയാം. ഒരു നിങ്ങളുടെ 15-20 അല്ലല്ല ശതമാനം അല്ല കുറച്ച് ശരിയാവും, അല്ല 100 അല്ല ശതമാനം ഒരു മിനിറ്റ് ശരിയാവും. ഒരു മിനിറ്റ് നിങ്ങളുടെ നടന്നു പോയ കാര്യങ്ങള് പറയാൻ പറഞ്ഞാല് നിങ്ങളുടെ നടന്ന കാര്യം നിങ്ങൾക്ക് അറിയുമല്ലോ. ഉം, അത് കാര്യങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഉം. കുറച്ചൊക്കെ നമുക്ക് വിശ്വസിച്ചുകൂടെയെന്നാ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ആൾക്ക് അതിനുള്ള പിന്നെ കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ അതിനെന്താ കുഴപ്പം? അതെ, പിന്നെ പൈസക്കല്ലാതെ ഈ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഉം, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഉം. ആ, അവരൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു രൂപയ്ക്ക് പോലും പിന്നെ വേണ്ടി അല്ലാതെ ഇത് പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരുപാട് വർഷം പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് പിന്നെ പൊട്ടത്തരാണ് അങ്ങനെ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുമ്പോ ഞാനത് അങ്ങനെ ഉണ്ട് എന്ന് അതിപ്പോ ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്താ പറയാ ഖുർആൻ മനപ്പാടാക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഖുർആൻ ശരിയാവില്ലല്ലോ. ഒരാളുടെ ഇൻട്രസ്റ്റ്, ഒരാൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ശരിയാവില്ലല്ലോ. കുറച്ച് ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നതുകൊണ്ട് ഒരാൾ ഒരു ക്യൂരിയസ് ആണ്, ഒരാൾ അതിനകത്ത് കുറച്ച് അട്രാക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് എങ്ങനെ ആ കാര്യം ശരിയാവുക? ഒന്നും അതിന്റെ ബേസ് അല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹസ്തരേഖാ ശാസ്ത്രം ഒരു ശാസ്ത്രമാണെങ്കിൽ ആ ശാസ്ത്രത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ. ഞാൻ എന്താ പറയാ, നിങ്ങള് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ രേഖ ഒരേ രീതിയിൽ കിടക്കുന്ന ഇപ്പൊ ആയുഷ് രേഖ. ഈ ആയുഷ് രേഖ ഒരേ വലിപ്പത്തിലും വണ്ണത്തിലും നീളത്തിലും അളവിലും കിടക്കുന്ന കയ്യില് എല്ലാവർക്കും ഒരേ പ്രഡിക്ഷൻ ആണോ കൊടുക്കാൻ പോകുന്നത്? അല്ലല്ലോ. അല്ല, അതെങ്ങനെ നമുക്ക് പഠിച്ചതല്ലേ പറയാൻ പറ്റും. അതാണ്.
അപ്പൊ അത് അങ്ങനെ ആയ ആളുകൾ പോലും എന്ന് വെച്ചാല് ഇത് ഓരോ മനുഷ്യന്റെ ജീവിതം വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യന്റെ കൈരേഖയും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യന്റെ ഐറിസും വ്യത്യസ്തമാണ്. അല്ല നമ്മുടെ അപ്പൊ നിങ്ങൾ പറയുന്ന കയ്യിലുള്ള രേഖയും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധമല്ല ഒരു അല്ലെ? ബന്ധമില്ല, നമ്മളെ ശരീരഘടനയായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണെന്നേ. ഓക്കെ, പിന്നെ എന്നാ ശരി. ഇന്നലെ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യരുത്. അല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അത് മാത്രല്ല അല്ല ഇതിൽ ഞാൻ പിന്നെ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നിനും വന്നിട്ടില്ല. ഇതൊരു പൊതുവായ ചർച്ചയല്ലേ. നിങ്ങളെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഇല്ലെന്ന് എന്റെ ഓർമ്മ. ഇല്ലല്ല, പേര് ചോദിച്ചിട്ടില്ല. പേരും ജാതി മതമൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ പിന്നെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, പലതും കാണാറുണ്ട്. പിന്നെ അപ്പൊ ഇപ്പൊ ലാസ്റ്റ് കണ്ടത് മറ്റേ എന്താ ആളുടെ പേര്, നായരാണ്? ശ്രീകണ്ഠൻ നായർ അല്ലേ? രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല. ഞാൻ മറ്റേ നമ്മുടെ തോക്കുസ്വാമി ഇല്ലേ, തോക്കുസ്വാമി, അയാളുടെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ നിങ്ങൾക്ക് എന്താ വേറെ പഴയൊരു ലൈൻ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞില്ല? അയാൾക്ക് എന്റെ വൈഫ് പുറകിലിരിക്കുന്ന കാര്യം എനിക്ക് അവളെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു അയാളൊക്കെ തട്ടിപ്പാണ്. അല്ല, ഞാൻ പറയട്ടെ, ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 10, 35, 40 വയസ്സായ ഒരാൾക്ക് നിങ്ങളൊരു പ്രേമം ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ ഒരു 90% സക്സസ് റേറ്റ് ഉണ്ടാവും. കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ അയലോക്കത്തോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അയാള് പറഞ്ഞത് നിങ്ങളത് തേച്ചു പോയിന്നോ, അത് പ്രശ്നമായിന്നോ, അങ്ങനെ എന്തോ ഒരു ഇതായിട്ടല്ലേ പറഞ്ഞു. ഒക്കെ പറയണെങ്കി ആള് എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ. ഞാൻ പ്രേമിച്ച ആളാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതൊക്കെ അയാൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അയാള് വേറൊരു എന്താ പറയാ ഒരു സുഖമില്ലാത്തൊരു സന്യാസി എന്ന് പറയുന്ന വാക്ക് തന്നെ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു ഗുണ്ടയുടെ ഒക്കെ പോലല്ലേ അയാളുടെ സംസാരവും കാര്യങ്ങളൊക്കെ. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. നമ്മള് വ്യക്തികളെ കുറിച്ച് പറയണ്ടല്ലോ. അതെ, ആശയപരമായിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ശരി ആയിക്കോട്ടെ. ഓക്കെ.